രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 6 വർഷം. മാതൃരാജ്യത്തിനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരെ രാജ്യം ഇന്ന് ഓർമ്മിക്കുകയാണ്. 2019 ഫെബ്രുവരി 14-നാണ് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണം നടത്തുന്നത്. 40 ജവാന്മാരാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. പുൽവാമ ജില്ലയിലെ അവന്തിപ്പോറയ്ക്ക് സമീപമായിരുന്നു ആക്രമണം. 2547 ജവാന്മാർ 78 വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പോകുകയായിരുന്നു. 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ സുരക്ഷാസേന സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ ഓടിച്ചു കയറ്റുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ചാവേർ. തിരിച്ചറിയാനാകാത്ത വിധം വാഹനം ഉഗ്രസ്ഫോടനത്തിൽ തകർന്നു. ജെയ്ഷെ മുഹമ്മദ് ചാവേറായ ആദിലാണ് ആക്രമണം നടത്തിയത്. ആദിൽ ഉൾപ്പെടെ 5 ഭീകരരാണ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നത്. 3 പേരെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. ഒരാളെ ജീവനോടെ പിടികൂടി. ആക്രമണത്തിന് തൊട്ടു മുൻപ് ചിത്രീകരിച്ച വീഡിയോയും പിന്നീട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന പുറത്തുവിട്ടിരുന്നു. AK-47മായി നിൽക്കുന്ന ചാവേറിനെ വീഡിയോയിൽ ദൃശ്യമായിരുന്നു. വയനാട് ലക്കിടി സ്വദേശിയായ VV വസന്തകുമാർ ഉൾപ്പെടെയുള്ള ധീര സൈനികരുടെ വീരമൃത്യു ഇന്നും ഒരു വിങ്ങലായി ഓരോ ഭാരതീയരുടെയും മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. 2017 ഉറി ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പുൽവാമയിലേത്. വീരമൃത്യു വരിച്ച സൈനികർക്കായി ലതിപ്പൊറ ക്യാമ്പിൽ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ധീര സൈനികരുടെ വീരമൃത്യുവിന് ഭാരതം പാകിസ്ഥാൻ നൽകിയ മറുപടിയായിരുന്നു ബാലാക്കോട്ട്. എന്തിനും കരുത്തുള്ള രാജ്യമാണ് ഭാരതമെന്ന് പാകിസ്ഥാന് ബോധ്യപ്പെടുത്തിയത് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലൂടെയായിരുന്നു. നിരവധി ഭീകര ക്യാമ്പുകളാണ് ഭാരതം നടത്തിയ തിരിച്ചടിയിൽ തകർന്നടിഞ്ഞത്. ഭീകരതയ്ക്കെതിരെയുള്ള ഉറച്ച സന്ദേശമായിരുന്നു ബാലാക്കോട്ട് വ്യോമാക്രമണം. പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ ഓരോ സൈനികർക്കുമുള്ള രാഷ്ട്രത്തിന്റെ പ്രണാമമാണ് പുൽവാമ ദിനം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.